വെൽക്കം ബാക്ക് ടു പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ എന്ന് നടക്കും, ഇനിയുള്ള സാധ്യതകൾ നമ്മൾ വളരെ അടുത്ത് വരികയാണ്. നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഡേറ്റ് വന്ന് നിങ്ങൾ അഡ്മിഷൻ തുടങ്ങി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അല്ലേ? 17 വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം ജൂൺ 22 കൂടിയാണ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ തീയതി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയണം മക്കളെ, ടെമ്പററി അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ അല്ലെങ്കിൽ കിട്ടിയെങ്കിൽ പോലും മക്കൾ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. എത്രയൊക്കെ പറഞ്ഞാലും ഇവരെന്ത് ചെയ്യുക, എന്തെങ്കിലും തെറ്റ് വരുത്തുക. അതുകൊണ്ടാണ് വീണ്ടും അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാതെ സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അലോട്ട്മെന്റ് കിട്ടി എല്ലാവരും തന്നെ ടെമ്പററിയോ പെർമനന്റോ ആയിട്ട് ചേരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 15 വരുന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്, പക്ഷെ 14 തന്നെ വന്നു. അതുപോലെ 19 വരുന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. 22 വരുന്നാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. മേ ബി 21 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. അതേപോലെ തേർഡ് അലോട്ട്മെന്റ് വൈകുമോ, ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമോ? 2 ലക്ഷം കുട്ടികൾക്ക് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. അപ്പൊ കുട്ടികളൊക്കെ നിരാശയിലാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരല്ലേ. അപ്പോ തേർഡ് അലോട്ട്മെന്റ് വൈകില്ല. ജൂൺ 29 കൂടി തന്നെ തേർഡ് അലോട്ട്മെന്റ് വരും എന്നാണ് അറിയാൻ സാധിച്ചത്. മക്കളെ, പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതി മാറ്റിയിരുന്നു. ജൂലൈ 2 ജൂലൈ 6 മാറ്റി. അപ്പൊ ജൂലൈ 6 മാത്രമാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അതിനു മുൻപ് തന്നെ തേർഡ് അലോട്ട്മെന്റ് സെക്കൻഡും തേർഡും കംപ്ലീറ്റ് ചെയ്യും. തേർഡ് അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ തേർഡ് അലോട്ട്മെന്റിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം വരെ കിട്ടും. തേർഡ് അലോട്ട്മെന്റ് കഴിയുന്നതോടെ ക്ലാസ്സുകൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും സപ്ലിമെന്ററി ഘട്ടം നടക്കുക. അലോട്ട്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്, ആ കുട്ടികൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ ഒരിടത്തും തേർഡ് അലോട്ട്മെന്റ് വരെ ഒരിടത്തും കിട്ടാത്ത കുട്ടികൾക്കും സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് എന്തായാലും ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് സാധ്യതയുള്ളത്. സെക്കൻഡും തേർഡും എന്തായാലും ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വരും എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. പിന്നെ കുറെ അധികം സീറ്റുകൾ മാനേജ്മെന്റ് അതേപോലെ കമ്മ്യൂണിറ്റി സീറ്റുകൾ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ ഒക്കെ അനധികൃതമായിട്ട് ഫീസ് കളക്ട് ചെയ്യാൻ, കൂടുതൽ ഫീസ് ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസിനേക്കാൾ കൂടുതൽ ഫീസ് വാങ്ങാൻ പാടില്ല. വാങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ഏതിലായിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് പലയിടത്തുനിന്നും PTA ഫണ്ട് ഒക്കെ അനധികൃതമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കുക, വളരെ തുച്ഛമായ ഫീസാണ്. ആ ഫീസിൽ കൂടുതൽ നിങ്ങളുടെ അടുത്തുനിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് നേരിടാവുന്നതാണ്. അതേപോലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി സീറ്റുകൾ പലതും മെറിറ്റ് കോട്ടയിലേക്ക് കുറച്ച് സീറ്റുകൾ. അപ്പൊ ഏതൊക്കെ സ്കൂളുകളിലെ സീറ്റാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്നും മാനേജ്മെന്റ് കോട്ടയിൽ നിന്നും മെറിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ ഒരുപാട് ജില്ലകളിൽ നിന്ന് കുറേ അധികം സീറ്റുകൾ അധികമായിട്ട് മെറിറ്റിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ എല്ലാ അലോട്ട്മെന്റിനും ശേഷം സപ്ലിമെന്ററി ഘട്ടത്തിലാണ് കൺവേർഷൻ ഒക്കെ നടക്കുന്നത്. പക്ഷേ ആദ്യമേ കൺവേർഷൻ നടന്നിട്ടുണ്ട്. സീറ്റിൽ അപ്ലിക്കൻസ് വന്നില്ല, എന്താണെന്ന് അറിയില്ല. എന്തായാലും കുറെ അധികം സീറ്റുകൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അധിക സീറ്റുകളിലേക്കും കൂടെ നിങ്ങളെ പരിഗണിക്കും. അപ്പൊ വിഷമമൊന്നും വേണ്ട, പ്രതീക്ഷയോടെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് കാത്തിരിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പറിലും കമന്റ് ബോക്സിലും നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് മക്കളെ. ഇനി സയൻസ് കിട്ടുമെന്ന് എന്തെങ്കിലും ടെൻഷനോ പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ പഠിച്ച് പ്ലസ് 1 പ്ലസ് 2 സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ടവർക്ക് അത് ഒപ്റ്റ് ചെയ്യാം, ബയോ സയൻസുകാർക്ക് അത് ഒപ്റ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 പഠനത്തോടൊപ്പം തന്നെ ഹൈലി കോമ്പറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. നിങ്ങളൊരു എക്സ്ട്രാ ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിച്ച് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 3-ാം ദിവസമാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. എന്ത് കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും മക്കൾ കോൺടാക്ട് ചെയ്യുക. ആർക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ 2 വർഷങ്ങൾ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ. ബൈ.